നമുക്കറിയാം ബാലേന്ദ്രകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ച ആളാണ്. മറ്റൊന്ന് പി ടി തോമസ് MLA ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും ചടുലമായ നീക്കങ്ങളും 3 തവണ മൊഴി കൊടുക്കാൻ എത്തിയതുമൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത്. ഇന്ന് പി ടി തോമസിൻ്റെ സഹധർമ്മിണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ പിതാവിൻ്റെ ആശങ്കയോടെ പി ടി ഉറങ്ങാതെ കിടന്ന ദിവസങ്ങളെക്കുറിച്ച് മറ്റുമാണ്. നവമി ദിനേശ്, നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിലീപ് ഇപ്പോൾ ആലുവയിലെ വീട്ടിലാണ്. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. സുനിൽ പൾസർ സുനി വീട്ടിലുണ്ട്. 9ാം പ്രതിയാണ് വിയൂർ ജയിലിലുള്ളത്. അയാളെ പോലീസ് ഇവിടെ എത്തിക്കും. മറ്റൊന്ന്, ഈ മറ്റ് പ്രതികളെല്ലാം പല കേസുകൾ ഇത്തരം കേസുകളിലൊക്കെ ജാമ്യത്തിലാണ്. ഇവരൊക്കെ ഇന്ന് എത്തിയേ പറ്റൂ. ഈ കോടതി പരിസരത്ത് വലിയ സുരക്ഷാ സന്നാഹവും മറ്റുമുണ്ട്. ഏതാണ്ട് 10 മണിക്ക് ശേഷം കോടതിയിൽ നടപടികൾ ആരംഭിക്കും. 11 മണിക്ക് ശേഷം കുറച്ചുകൂടെ ത്വരിതപ്പെടും കാര്യങ്ങളെന്നാണ്. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിയോടുകൂടി ഈ ഇവരെയൊക്കെ കോടതി പരിസരത്തേക്ക് ഈ പ്രതികളൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം? അഭിഭാഷകർ, മറ്റ് ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് ദിലീപിനെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടൊരു ദിവസം എന്ന് നമുക്ക് പറയാം, നിസ്സംശയം പറയാൻ സാധിക്കും. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഡിസംബർ 8-ാം തീയതി 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന് ഇന്ന് 8ന്റെ പണി കിട്ടുമോ അതോ കോടതി കുറ്റവിമുക്തനാക്കുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ 10 പ്രതികളാണുള്ളത്. ദിലീപ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ ആലുവയിലെ വീട്ടിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ല, സഹോദരന്റെ വീട്ടിലുണ്ടെന്നൊക്കെ പല അഭ്യൂഹങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോട് കൂടി 10 പ്രതികൾക്കും കോടതിയിൽ എത്തിയേ മതിയാകൂ. അവരെന്തായാലും എത്തും. കഴിഞ്ഞ തവണ ഈ വിചാരണയുടെ ഈ വിധിയുടെ തീയതി പറയുന്ന ദിവസം 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി കോടതിയിലുണ്ടായിരുന്നു. ഓരോ വിചാരണ വേളയിലും അല്ലെങ്കിൽ കേസെടുക്കുന്ന സാഹചര്യങ്ങളിലും എല്ലാം തന്നെ പൾസർ സുനി കോടതിയിൽ കൃത്യമായി എത്തുകയും ചെയ്തിരുന്നു. പൾസർ സുനിയുടെ അമ്മയും ഇന്ന് കോടതിയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം അതിജീവിത ഇന്ന് കോടതിയിൽ എത്തിയേക്കില്ല. അവർ തൃശ്ശൂരിലുള്ള സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്നായിരിക്കും മാധ്യമങ്ങളിലൂടെ ഈ വിധി കേൾക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പൾസർ സുനി ഉണ്ടാകും, ബാക്കി 10 പ്രതികളുണ്ടാകും. പൾസർ സുനിയുടെ അമ്മയും ഇന്ന് കോടതിയിൽ വിധി കേൾക്കാനായി എത്തും. വളരെ കോളിളക്കം സൃഷ്ടിച്ച, കേരളം മാത്രമല്ല രാജ്യം മുഴുവനും ഉറ്റുനോക്കിയൊരു കേസ് കൂടിയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾവിയില്ലാതെ ആദ്യമായി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനു വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക. അതും മലയാളത്തിലെ തന്നെ ജനപ്രിയനായിട്ടുള്ള നടൻ ദിലീപ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേരളം കേട്ടുണർന്നത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ കണ്ടത് ദിലീപ് എന്ന നടന്റെ വലിയൊരു പതനം എന്ന് തന്നെ പറയാം. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെല്ലാം വേണ്ട രീതിയിൽ സ്വീകാര്യത ലഭിക്കാതെ വരുന്നു. അദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിച്ചവർ തന്നെ കൂകി വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും ദിലീപിന്റെ അവസ്ഥ മാറി മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയിൽ തന്നെ ഉണ്ടായ മാറ്റം 2 തട്ടായി മാറുന്നു. മലയാള സിനിമയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഈ ദിലീപിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ അനീതിക്കെതിരെ പോരാടിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട്, അതിനെതിരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ആ സംഘടനയിൽ നിന്ന് വിട്ട് പുറത്തേക്കിറങ്ങുന്നു. പുതിയൊരു സംഘടന രൂപീകരിക്കുന്നു. അതിനുശേഷം മലയാള സിനിമയിലുണ്ടായ മാറ്റം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റി ഒരു കമ്മീഷനെ തന്നെ നിയമിക്കുന്നു സിനിമാ സംഘടനയിലെ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. അതൊക്കെ കഴിഞ്ഞ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇന്ന് എത്തി നിൽക്കുന്ന സ്ത്രീകളുടെ സാന്നിധ്യം, അത് ഈ അതിജീവിതയുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. തീർച്ചയായും സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയ, ഒരുപക്ഷെ സിനിമാ മേഖല 2ആയി വിഘടിക്കപ്പെട്ട നടന്മാർ, സംവിധായകർ, ടെക്നീഷ്യൻസ് ഒക്കെ 2 ചേരിയിലേക്ക് മാറിയ, മൊഴികളിലൊക്കെ മാറ്റങ്ങൾ, വൈരുദ്ധ്യങ്ങളൊക്കെ വന്ന് ആദ്യം മൊഴി കൊടുക്കുന്നു, പിന്നീട് പലരും മൊഴി മാറ്റുന്നു. അങ്ങനെ നിരവധിയായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു 8 വർഷം. ഏറ്റവും ഒടുവിൽ 2018 മാർച്ച് 8-ന് വിചാരണ തുടങ്ങിയിട്ട് കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ദിലീപിനെതിരായ കുറ്റം ചാർത്തപ്പെട്ട് ഇപ്പോൾ വിചാരണ നേരിടുന്നത്. നമുക്ക് ടോമിലേക്ക് ഒന്നുകൂടി പോകണം. ഞാൻ മനസ്സിലാക്കുന്ന ടോമിനൊപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ഉണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ, നിയമവഴികൾ, ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ്, അത് കൃത്യമായി CN പ്രകാശ് പങ്കുവെക്കുമെന്ന് കരുതാം. ടോം, വളരെ പെട്ടെന്ന് പ്രകാശിലേക്ക്. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണമായ സംഭവങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെടുന്നത്. വളരെ സംഭവബഹുലമായ
നിയമ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കേസ് കൂടിയാണ്. അതായത് വിചാരണ കോടതി, പിന്നീട് ഹൈക്കോടതി, സുപ്രീം കോടതി വരെയും ഇതിന്റെ വിചാരണ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് പോരാട്ടം നടത്തേണ്ടി വന്നു. മാത്രമല്ല അതോടൊപ്പം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം പല രീതിയിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉൾപ്പെടെ ഉണ്ടായൊരു സംഭവം കൂടി, ഒരു കേസ് കൂടിയാണ്. തീർച്ചയായും അതിന്റെ ഈ നിയമവഴികൾ, നിയമ പോരാട്ടങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. തുടക്കം മുതൽ ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള, കേസ് ഫോളോ ചെയ്തിട്ടുള്ള നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ 2019 സമയത്ത് താങ്കൾ ആ സമയങ്ങളിലൊക്കെ ന്യൂസ് 8ന്റെ ഭാഗമായിരുന്നിട്ട് റീജിയണൽ ഹെഡായിരുന്ന സമയം ഇതെങ്ങനെയായിരുന്നു കേസ്? കാരണം അതിനുശേഷം വലിയ കൂറുമാറ്റങ്ങൾ ഉണ്ടായി. ഈ നടിക്ക്, ഈ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു, പല കൂറുമാറ്റങ്ങൾ. എന്തായിരിക്കും ആ കാലയളവിലൊക്കെ ഈ കേസിൽ സംഭവിച്ചത്? കാരണം അന്വേഷണ സംഘത്തെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോടതിയെപ്പോലും, കോടതിയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല സംശയങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സംഭവം കൂടിയാണ്. തീർച്ചയായും കേരളത്തിന്റെ നിയമചരിത്രത്തിൽ ഇത്രയേറെ അപൂർവതകളുള്ള, ഒപ്പം തന്നെ ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള, രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠം വരെ വിചാരണ നടപടികളടക്കം, പ്രോസിക്യൂഷനും ഒരു ഘട്ടത്തിൽ ഇരയും മറ്റ് പ്രതികളടക്കം ഉന്നത കോടതിയെ സമീപിക്കുന്ന സാഹചര്യം, ഇത്തരം നീണ്ട ഒരു കാലയളവിൽ വിചാരണ നടന്നതും എല്ലാം അപൂർവമായ കേസാണ്. ഒരു ജഡ്ജി തന്നെ, ഒരു സാധാരണ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിമാര് 3 വർഷമാണ് അവരുടെ കാലാവധി. അതിനുശേഷം മറ്റ് ജഡ്ജിമാർ വന്ന് ആ കേസുകൾ വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷേ ഇത് രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ ഒരു ജഡ്ജി തന്നെ ഈ കേസ് കേൾക്കണം എന്ന നിർദ്ദേശം നൽകുകയും ആ ഘട്ടത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് 8 വർഷം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അപൂർവതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതികളും ഈ വിചാരണ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ ഉപഹർജിയും ഒപ്പം തന്നെ അപ്പീലും നൽകിക്കൊണ്ട് സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അപൂർവമായിട്ടുള്ള, ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള ഒരു കേസാണ്. പല ഘട്ടത്തിലും പലതരത്തിലുള്ള ട്വിസ്റ്റാണ് ഈ കേസ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഈ കേസിൽ പിന്നീട് ഒരു തുടരന്വേഷണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കോവിഡ് മഹാമാരി വന്നപ്പോൾ ഇടക്കാലത്തേക്ക് വിചാരണ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. പിന്നീട് ഈ തുടരന്വേഷണത്തിന് വേണ്ടി, ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തിന് വേണ്ടി കുറെ കാലം വിചാരണ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ വിചാരണ നടപടികൾ, അദ്ദേഹത്തിന്റെ ക്രോസ് വിസ്താരം അടക്കം നടന്നത് ഏതാണ്ട് 100 ദിനങ്ങളാണ് അന്ന് ഇവിടെ ദിലീപിന്റെ വിസ്താരം മാത്രം നടന്നത്. അത് ഒരു പ്രതിയിൽ മാത്രം അത്ര ഏറെ ദിനങ്ങൾ നടക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അപൂർവമായ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ, 10 പ്രതികൾക്കെതിരെ ചാർത്തിയിട്ടുള്ളത്. അന്യായമായി തടങ്കൽ വെക്കൽ, ഒപ്പം തന്നെ ബലപ്രയോഗം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 376D ആണ്. IPC 376D പ്രകാരം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അത് 20 വർഷം വരെ തടവ്, ഒപ്പം തന്നെ ജീവപര്യന്തം അടക്കം ലഭിക്കാവുന്ന കുറ്റമാണ്. ഇന്ന് നടക്കാൻ പോകുന്ന നടപടിക്രമം എന്ന് പറയുന്നത് 11 മണിക്ക് കോടതി ആരംഭിച്ച ശേഷം, റോൾ കോൾ ആരംഭിച്ച ശേഷം ഈ കേസിന്റെ നമ്പർ വിളിക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഓപ്പൺ കോടതിയിൽ ഇന്ന് ഇതിന്റെ വിധിപ്രസ്താവം ഉണ്ടാകും. ആ വിധിപ്രസ്താവത്തിൽ ഏറ്റവും പ്രധാന